The myth of impressive ideas. ഇതാണ് അടുത്ത myth. ഈ myth ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ഐഡിയാസ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇഫ് യു സേ യു മസ്റ്റ് എക്സ്പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അതെന്തുകൊണ്ട്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ എഴുതണം. അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം, റീസൺ പറയാം, കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ കോൺസിക്വൻസ് പറയാം. ഇതിൽ ഏതാണോ ഉള്ളത് അതൊക്കെ പറഞ്ഞ് അത് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് നമുക്ക് മാർക്ക്. അതുകൊണ്ടാണ് അതിനെ ഒരു ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എസ്സേ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാതെ, ഐഡിയാസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാതെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് പോലെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ഐഡിയാസിന്റെ ആവശ്യം വരികയുമില്ല. ഇതാണ് അടുത്ത മിത്ത്. അതായത് നമുക്ക് ഇംപ്രസീവ് ഐഡിയാസ് വേണ്ട, ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ വളരെ നല്ലത് എന്ന് മാത്രം കരുതുക. അപ്പോൾ എന്താണ് ഈ ഇംപ്രസീവ് ഐഡിയാസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താലുള്ള കുഴപ്പം? അതാണ് ഇപ്പൊ ഈ സ്ലൈഡിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, യു ഹാവ് ഓൺലി എ ലിമിറ്റഡ് ടൈം ടു കംപ്ലീറ്റ് ദി എസ്സേ. നമുക്ക് 40 minutes 40 മിനിറ്റ് ആണ് ഒരു എസ്സേ എഴുതി തീർക്കുവാൻ വേണ്ടിയുള്ളത്. ആ 40 മിനിറ്റ് കൊണ്ട് നമ്മൾ എഴുതി തീർക്കേണ്ട എസ്സേ നമുക്ക് പലപ്പോഴും എഴുതി തീർക്കാൻ പറ്റാതെ പോകുന്നത് നമ്മൾ കിട്ടുന്ന ഐഡിയാസ് നേരത്തെ ഡെവലപ്പ് ചെയ്യാതെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതായത് when you are not satisfied with your ideas, frustration grows. It only blocks further ideas. നമുക്ക് വീണ്ടും ഐഡിയ കിട്ടുന്നതിനെ തടയുകയുള്ളൂ നമുക്ക് ഫ്രസ്ട്രേഷൻ വഴി. അങ്ങനെ നമുക്ക് സമയം പോയി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവും. ആസ് എ റിസൾട്ട് യു cannot finish the essay well. You may not get time to proofread your essay. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ എഴുതിയ എസ്സേയിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തുകൾ തീർച്ചയായും വേണ്ടി വരും. ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാവാം, അല്ലെങ്കിൽ ചില ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നെ തിരുത്തി എഴുതുന്ന ഒരു കാര്യമായിരിക്കാം. ഇതൊന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടാതെ പോകും. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഫുൾ സ്കോറിൽ കുറവാണ് വരിക, നമ്മൾ ഇംപ്രസീവ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് ചെയ്താൽ. കൊഹീറൻസ് ആൻഡ് കൊഹീഷൻ, നമ്മുടെ എസ്സേക്ക് ഒരു കണ്ടിന്യൂറ്റി വേണം, ഒരു കണക്ടിവിറ്റി വേണം. അത് മൊത്തത്തിൽ ഒരാൾ എഴുതിയ എസ്സേ ആയിട്ട് തോന്നണം, അതൊരു യൂണിറ്റ് ആയിട്ട് തോന്നണം. അതിനെല്ലാം ഹാർഡ് തോട്ട് ഐഡിയാസ് ആർ ഹാർഡർ ടു പ്രൂഫ് എന്നൊരു പ്രശ്നമുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. You fail to connect the ideas well if you deal with innovative ideas. Innovative ideas എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് നാളിരുന്ന് ആലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കേണ്ടുന്ന ഐഡിയാസ് ആണ്. ഐഡിയ പെട്ടെന്ന് വരുമായിരിക്കും, പക്ഷെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അത്ര ഈസി അല്ല. But well-known ideas are easy to explain and connect. Well-known ആയിട്ടുള്ള ഐഡിയാസ് ഒരു പത്താം ക്ലാസ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഐഡിയാസ്, ചില പത്താം ക്ലാസ് കുട്ടികൾ ഞെട്ടിക്കുന്ന ഐഡിയാസ് പറയുമായിരിക്കാം, പക്ഷെ സാധാരണ ഒരു 10ാം ക്ലാസ് കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഐഡിയാസ് അത് മതിയാവും. At times it's difficult to find appropriate linking words too. നമുക്ക് ഒരുപാട് ഹാർഡ് തോട്ട് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോഴും ലിങ്കിങ് വേർഡ്സ് ഒന്നും ചിലപ്പോൾ കൊള്ളാവുന്ന ലിങ്കിങ് വേർഡ്സ്, യോജിക്കുന്ന ലിങ്കിങ് വേർഡ്സ് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. അതുപോലെ ടാസ്ക് റെസ്പോൺസിനും പ്രശ്നം വരാറുണ്ട്. When you think so hard you tend to deviate from your topic. ഒരുപാട് ആലോചിച്ച് കഴിയുമ്പോൾ കാട് കയറി ആലോചിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിനായിരിക്കില്ല നമ്മൾ പലപ്പോഴും ഉത്തരം പറയുക. അത് മൊത്തത്തിൽ നമുക്ക് ദോഷമായിട്ട് ഭവിക്കുള്ളൂ. Your paragraphs fail to maintain the central idea. കാരണം നമ്മൾ ഒരുപാട് ആലോചിച്ചു.
Overall, your essay may not prove what you want to. കാരണം നമ്മൾ ആലോചനയിൽ മുഴുകിപ്പോയി. നമുക്ക് കാരണങ്ങളും അതുപോലെ നമുക്ക് ഉദാഹരണങ്ങളും ഒന്നും പറയാൻ പറ്റിയില്ല. At times, your essay may prove something you are not asked or expected to prove. ചിലപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്തെന്നും വരാം. കാരണം നമ്മൾ ഒരുപാട് ആലോചിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുപാട് ആലോചിക്കുന്നതിൽ കഥയില്ല. കുറച്ചൊക്കെ ആലോചിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക, അതിനെ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ നല്ല രീതിയിൽ വേഗം എഴുതി അതിന് വേണ്ടുന്ന കറക്ഷൻസ് ഒക്കെ കൊടുത്ത് 40 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്.